ബിഗ് ബോസ് മലയാളം സീസൺ 8-ന്റെ അഗ്നിപരീക്ഷ പ്രമോ ചാനൽ പുറത്തുവിട്ടത് കണ്ടോ? ആരാകും ആ പ്രമോ വീഡിയോയിലുള്ള 4 പേർ? അതെ, 3 പേരല്ല 4 പേർ. മാത്രമല്ല, നമ്മൾ പ്രതീക്ഷിച്ച ആളല്ല മറ്റൊരാളാണോ ആ വീഡിയോയിൽ? ബിഗ് ബോസ് മലയാളം സീസൺ 8-ന്റെ കോമണർ സെലക്ഷൻ പ്രോസസ്സിന്റെ അവസാന റൗണ്ടാണ് അഗ്നിപരീക്ഷ. ഏകദേശം 50ഓളം മത്സരാർത്ഥികൾ ഈ ഘട്ടത്തിൽ പങ്കെടുക്കുമെന്നാണ് സൂചന. ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് അഗ്നിപരീക്ഷ ഷോയെക്കുറിച്ചും അതിലെ ജഡ്ജസിനെ കുറിച്ചുമാണ്. ഓഗസ്റ്റ് 15 മുതൽ അഗ്നിപരീക്ഷ എപ്പിസോഡുകൾ ടെലികാസ്റ്റ് ചെയ്യപ്പെടും എന്ന് ചാനൽ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അഗ്നിപരീക്ഷയുടെ പുതിയ പ്രമോയും എത്തി. ഈ പ്രമോയിലൂടെ ചാനൽ പുറത്തുവിട്ടത് അഗ്നിപരീക്ഷ ജഡ്ജസായി എത്തുന്നവരെ കുറിച്ചാണ്. ഇവരുടെ കാലുകളും കൈകളും പിന്നിൽ നിന്നുള്ള വ്യൂവും ഒക്കെയാണ് പ്രമോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഏറെ ശ്രദ്ധേയമാണ് ഈ പ്രമോ എന്ന് പറയാതിരിക്കാനാകില്ല. ഇതോടെ ആരൊക്കെയാകും ജഡ്ജസ് അഥവാ ജൂറി എന്ന കാര്യത്തിൽ സോഷ്യൽ മീഡിയയിലും പ്രേക്ഷകർക്കിടയിലും ചർച്ചകൾ സജീവമായിട്ടുണ്ട്. എന്നാൽ പ്രമോ വീഡിയോയിൽ 3 ജഡ്ജസിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ശ്രദ്ധിച്ചാൽ മറ്റൊന്ന് മനസ്സിലാകും. 3 അല്ല 4 പേരെ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതായത് ആദ്യ സമയത്ത് കാലുകൾ മാത്രം കാണിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും 2 വ്യത്യസ്ത സ്ത്രീകളുടെ കാലുകൾ പ്രമോയിൽ കാണിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ 4-മത്തെയാൾ ഷോയുടെ ആങ്കർ ആയിരിക്കാം എന്ന് കരുതുന്നവരുമുണ്ട്. മറ്റൊന്ന് ഏറെ സജീവമായി കേൾക്കുന്ന പേരുകൾ അഖിൽ മാരാർ, രഞ്ജിനി ഹരിദാസ്, റിയാസ് എന്നിവരുടേതാണ്. അതേസമയം രഞ്ജിനിയല്ല, കോമണർ മത്സരാർത്ഥിയായിരുന്ന റസ്മിൻ ഭായി ആണ് പ്രമോയിലുള്ളത് എന്ന് കരുതുന്നവരുമുണ്ട്. അതിന് പ്രധാന കാരണം വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഹെയർ സ്റ്റൈലാണ്. കോമണർ സെലക്ഷൻ ആയതുകൊണ്ട് തന്നെ മുൻ കോമണർ മത്സരാർത്ഥികളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ജൂറിയിൽ എത്തിയേക്കും എന്ന് കരുതുന്നവരും കുറവല്ല. ഒരുപക്ഷെ റെനീഷയോ സെറീനയോ ഒക്കെ ആങ്കറായി എത്താം എന്ന് കരുതുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. മറ്റൊരു കൂട്ടർ കരുതുന്നത് ഈ പ്രമോ വീഡിയോ പൂർണ്ണമായും AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും ഇതിലുള്ള വ്യക്തികൾ റിയൽ അല്ലെന്നുമാണ്. ഏതായാലും ഈ പ്രമോയോടുകൂടി അഗ്നിപരീക്ഷയെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടുതൽ സജീവമായിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും ജൂറി അഥവാ ജഡ്ജസ്? ആരായിരിക്കും അവതാരകരായി എത്തുക? കമൻറ്റ് ചെയ്യണേ.